MCUവിൽ എൻ ഗെയിമിന് ശേഷം കൈയടിച്ച് അലറി വിളിച്ച് കാണാൻ പറ്റിയ ഒരു ഗംഭീര സിനിമയാണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ. ശരിക്കും ഡോക്ടർ സ്ട്രേഞ്ച് 2-ൽ ആരാധകർ എന്തൊക്കെ പ്രതീക്ഷിച്ചു അതെല്ലാം കിട്ടിയത് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനാണ്. ഒരു MCU സിനിമ എന്ന നിലയിൽ, ഒരു ഡെഡ്പൂൾ സീക്വൽ എന്ന നിലയിൽ, ഒരു ഫോർത്ത് വാൾ ബ്രേക്കിംഗ് മൂവി എന്ന നിലയിലൊക്കെ ഗംഭീര വിജയമാണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ. ലോക്കി സീരീസിലെ മൾട്ടിവേഴ്സ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ഒരു യൂണിവേഴ്സ് പ്രൊട്ടക്ട് ചെയ്യാനായി ഡെഡ്പൂളും വൂൾവറിനും നടത്തുന്ന ഒരു ഇന്റർ മൾട്ടിവേഴ്സ് റോഡ് ട്രിപ്പ് മൂവി എന്ന് ഈ സിനിമ വിശേഷിപ്പിക്കാം. ഡെഡ്പൂൾ സിനിമകളിലെ സ്ഥിരം സംഭവങ്ങളായ കിടിലൻ ആക്ഷൻ കൊറിയോഗ്രഫി, ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ജോക്സ് എന്നതിനൊപ്പം ഹ്യൂ ജാക്മാൻ എന്ന ഒരേയൊരു വൂൾവറിൻ വരികയാണ്. അതിന്റെ ഒപ്പം ഒരു പിടി കിടിലൻ കമിയോസും ഒരു ലോഡ് സർപ്രൈസും. ഏതൊരു പ്രേക്ഷകനും കൈയടിക്കാൻ അലറി വിളിക്കാൻ ഇത് തന്നെ ധാരാളം. ശരിക്കും മാർവലിന്റെ ഈ മോശം സമയത്ത് ഇതുപോലൊരു സിനിമ ചെയ്യാൻ, അല്ലെങ്കിൽ എക്സ്മെനെ ഇൻക്ലൂഡ് ചെയ്ത് MCUയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിനിമ ചെയ്യാൻ ഷോൺ ലെവി കാണിച്ചൊരു ധൈര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ശരിക്കും സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ രണ്ടു പേരാണ്. വൂൾവറിനായ ഹ്യൂ ജാക്മാൻ, ഡെഡ്പൂളായ റയാൻ റെയ്നോൾഡ്സ്. മാർവൽ, ഫോക്സ് എന്ന് വേണ്ട സകലമാന പരിപാടിയെ എടുത്ത് അലക്കിയിടുന്നുണ്ട് ഈ രണ്ടുപേരും ഡയലോഗുകളിൽ. ഓരോ സീനിലും ഓരോ ഡയലോഗിലും വമ്പൻ സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെക്കുന്നു. മാർവലിനെ ബേസ് ചെയ്ത് ഇതുവരെ ഇറങ്ങിയ ഒട്ടുമിക്ക സിനിമകളെ പറ്റിയോ അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങളെയോ പരാമർശിക്കുകയോ കാണിക്കുകയോ ചെയ്യുന്നുണ്ട്. പലതും വമ്പൻ കയ്യടിയോടെ പ്രേക്ഷകന് തിയേറ്ററിൽ ഫീൽ ചെയ്യാൻ കഴിയുന്നു. ഒരു പക്ഷേ കാണുന്ന ഒരു 90s കിഡ്സിന് അവരുടെ ഒരു നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡ് ഇത്രത്തോളം ഹാപ്പി ആക്കാൻ കഴിയുന്ന ഒരു സിനിമ ഈ അടുത്തൊന്നും ഉണ്ടായി കാണില്ല. ഈ ടീമപ്പ്, അതായത് ഡെഡ്പൂളിന്റെയും വൂൾവറിന്റെയും ഈ ടീമപ്പ് ഇനിയും MCUയിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് സിനിമ അവസാനിക്കുന്നത്. സിനിമ കണ്ടിറങ്ങുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്, ഇനിയും ഈ കൂട്ടുകെട്ട് ഉണ്ടാവുക എന്നുള്ളത്. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന സിനിമയെ പറ്റി ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ ഒന്നേ എനിക്ക് പറയാനുള്ളൂ: MCU ഫാൻസ് അസംബിൾ.